ഹലോ എവരി വൺ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്ലൈഡ് ഫിസിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഇവിടെ യൂണിറ്റ് 3യും അതുപോലെ തന്നെ യൂണിറ്റ് 4ഉമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ യൂണിറ്റ് 3ൻ്റെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5ാമത്തെ ക്വസ്റ്റ്യനിലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. നെയിം ദി സോളിഡ് ലൂബ്രിക്കൻറ്റ് യൂസ്ഡ് ഇൻ വെരി ഹെവി മെഷീനറി. ഹെവി മെഷീനറികളിൽ യൂസ് ചെയ്യുന്ന സോളിഡ് ലൂബ്രിക്കൻ്റ് ഏതാണ്? ഗ്രാഫൈറ്റ് ആണ് ഈ ഉത്തരം. കാരണം അവിടുത്തെ മെഷീൻസിലുള്ള ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാഫൈറ്റ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൊമിറ്റ് മോഡ് ഓഫ് ദി ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ സോളിഡ്. സോളിഡ്സിൽ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ മോഡ് ഏതാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോളിഡ്സിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? കണ്ടൻഷൻ വഴിയാണ് നടക്കുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ദി ഡീഫോർമേഷൻ ഓഫ് ദി ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ഇൻ വോളിയം ഈസ് കാൾഡ്. അതായത് വോളിയം ചേഞ്ച് ചെയ്യാതെ ഷേപ്പിൽ മാത്രം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ പറയുന്ന പേരാണ് ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയും. ലീനിയർ ആണെങ്കിൽ ലെങ്ത്തിൽ ചേഞ്ച് വരും. വോളിയം ആണെങ്കിൽ പിന്നെ ഒരു ഒബ്ജക്റ്റിൻ്റെ വോളിയത്തിലാണ് ചേഞ്ച് വരുന്നത്, അതിന് വോളിയം സ്ട്രെസ് എന്ന് പറയും. ഷേപ്പിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്ട്രാ എനർജി പൊസസ്ഡ് ബൈ ദി സർഫസ് ലെയർ ഓഫ് ദി ലിക്വിഡ് ഈസ് കാൾഡ്. അതായത് ഒരു സർഫസിൻ്റെ ലെയറിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ പൊസസ് ചെയ്യുന്ന എക്സ്ട്രാ എനർജീനെ പറയുന്ന പേര് സർഫസ് എനർജിയാണ്. അതിൻ്റെ റൈറ്റ് ആൻസർ കേട്ടോ. ഇനി SI യൂണിറ്റ് ഓഫ് കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. നമ്മൾ വിസ്കോസിറ്റിൻ്റെയും അതുപോലെ തന്നെ കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിൻ്റെയും SI യൂണിറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് മീറ്റർ മൈനസ് സ്ക്വയർ വരും കേട്ടോ. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി A പാർട്ടിൽ നിന്ന് കഴിഞ്ഞ് B പാർട്ടിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണുന്നത് 2 ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കി എല്ലാതും ഏതാണ്? 4th യൂണിറ്റിൽ നിന്നും പിന്നെ അതുപോലത്തെ 3rd യൂണിറ്റിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത്. 10 ക്വസ്റ്റ്യനിൽ 8 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് 3 എന്നും 4 എന്നുമാണ്. അപ്പോൾ B പാർട്ടിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക യൂണിറ്റ് 3യും 4ഉം ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, കാരണം കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഏതാണ് പറഞ്ഞിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദി പവർ ഓഫ് എ ഡ്രില്ലിംഗ് മെഷീൻ ഇഫ് ഇറ്റ് യൂസ് 3000 ജൂൾ ഓഫ് എനർജി ഇൻ 10 സെക്കൻഡ്. ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്, അതിലെന്ത് ചെയ്യുന്നുണ്ട്? 3000 ജൂൾ എനർജി യൂസ് ചെയ്യുന്നുണ്ട് 10 സെക്കൻഡിൽ. നമുക്ക് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? പവർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പവർ കാണാൻ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് അറിയാം. ഏതൊക്കെയാണ്? പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. പവർ ഈക്വൽ ടു എനർജി ബൈ ടൈം ഉണ്ട്. പവർ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ഉണ്ട്. 3 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എനർജി തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. എന്ത് ചെയ്യുക? പവർ കാണാം. പവർ കാണണമെങ്കിൽ എന്ത് ചെയ്യുക? എനർജി ബൈ ടൈം അല്ലേ പറഞ്ഞത്, നേരിട്ട് കൊടുക്കുക. E/T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 300 വരും. 300 വാൾട്ടാണ് എന്ത് വരിക? പവർ വരിക. അപ്പോൾ പവർ കാണാനുള്ള പ്രോബ്ലംസ് പഠിക്കുക. എന്തായാലും ചിലപ്പോൾ 7 മാർക്കിൽ വരും, അല്ലെങ്കിൽ 3 മാർക്കിൽ വരും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ റേറ്റ് 1 എക്സാമ്പിൾ ഈച്ച് ഓഫ് ദി ഫോളോയിങ് എനർജി ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ 3ാമത്തെ യൂണിറ്റിൽ എനർജി ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. കാരണം നമ്മൾ കുറച്ച്
എക്സാമ്പിൾസ് പറഞ്ഞിട്ട് ഇത് ഇന്ന എനർജി ഇന്നതിലോട്ട് കൺവേർട്ട് ആവുകയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് എനർജി ഏതിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് പറഞ്ഞു തന്നിട്ടുണ്ട്. എക്സാമ്പിൾസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ് കൺവേർഷൻ ഓഫ് കൈനറ്റിക് എനർജി ഇൻറ്റു പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഇതിന് ഒരു എക്സാമ്പിൾ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു കാറ് ഹിൽ ടോപ്പിലോട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ അതെന്താണ് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള ഒരു എക്സാമ്പിളാണ്. ഇനി രണ്ടാമത്തതാണെങ്കിൽ ലൈറ്റ് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ലൈറ്റ് എനർജി എന്താണ് ഇലക്ട്രിക്കൽ എനർജി അതിലോട്ട് മാറുന്നു. എന്താണ് വരിക സോളാർ. ഇനി കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു സൗണ്ട് എനർജി. ഏതാണ് ലൗഡ് സ്പീക്കർ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. ഇനി എക്സ്പ്ലെയിൻ ദി കോസസ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷന് കാരണമാവുന്ന കാരണങ്ങൾ 3 കാരണങ്ങളാണുള്ളത്. ഒന്ന് സർഫസിൻ്റെ റഫ്നെസ്നെസ്, അതുപോലെ തന്നെ മോളിക്കുലാർ അഡീഷൻ എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിഫോർമേഷൻ. ഈ 3 കാരണങ്ങളാണ് കോസസ് ആയിട്ട് പറയുന്നത്. ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ്, എന്നിരുന്നാലും ഒന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് 2021 മാത്രമേ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളൂ, പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ അടുത്തത് പറയുന്നത് ഡിഫൈൻ പവർ, റൈറ്റ് ദി SI യൂണിറ്റ് ഓഫ് പവർ ആൻഡ് ഹൗ ഇറ്റ് റിലേറ്റ് ടു ഹോഴ്സ് പവർ. പവർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം, SI യൂണിറ്റ് എഴുതണം, അതുപോലെ തന്നെ ഹോഴ്സ് പവറുമായിട്ട് ഇതിങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്നും പറയണം. അപ്പോൾ പവർ പിന്നെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് റേറ്റ് ടു ഡു എ വർക്ക്. ഇത് ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ എഴുതുക. എന്ത് വർക്ക് ഈസ് ഈക്വൽ ടു ഡിവൈഡ് ബൈ ടൈം. SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് വാൾട്ട്. അപ്പോൾ ഇത് കണ്ടു ഓക്കെ ആയി. ഇനി ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് എങ്ങനെയാണ് ഹോൾസ് പവറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. സിമ്പിളാണ്. എന്താണ് ഒരു ഹോൾസ് പവർ എന്ന് പറയുന്നത് 746 വോൾട്ടാണ്. ഓക്കെ, അതായത് ഓർത്തിരിക്കുക ഒരു ഹോൾസ് പവർ എന്ന് പറയുന്നത് 746 വോൾട്ടാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള എന്ത് ചെയ്യുക ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നമ്മളതിൻ്റെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടാബിൾ, ഓർമ്മ ഉണ്ടാവും തോന്നുന്നു. ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു മോഡ് ഓഫ് എനർജിയാണ്. എന്ത് ചെയ്യും ഹോട്ടർ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യും കൂളർ ബോഡിയിലോട്ട് എന്ത് ചെയ്യും ട്രാൻസ്മിറ്റ് ചെയ്യും. അതേസമയം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ് കോൾഡ്നെസ്സിൻ്റെയോ അല്ലെങ്കിൽ ഹോട്ട്നെസ്സിൻ്റെയോ ഡിഗ്രീനെയാണ് നമ്മൾ എന്ത് പറയുക ടെമ്പറേച്ചർ എന്ന് പറയും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഹുക്സ് ലോ, അതുപോലെ തന്നെ ഇലാസ്റ്റിക് മോഡുലസിൻ്റെ SI യൂണിറ്റ് എഴുതണം. ഹുക്സ് ലോ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. ഹുക്സ് ലോ എന്ന് പറയുന്നത് എന്താണ് സ്ട്രെസ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും സ്ട്രെയിനിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇലാസ്റ്റിക് മോഡുലസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതാണ് ഇവിടെ ചോദിച്ചത്. 3 മാർക്ക് കിട്ടാനുള്ള അതാണ് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെയിനിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്, അതുപോലെ തന്നെ യൂണിറ്റും. ഇനി ക്യാപ്പിലാരിറ്റി എന്താണ്, എങ്ങനെയാണ് അത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിനോട് റിലേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ക്യാപ്പിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു നാരോ ട്യൂബിലൂടെ എന്ത് ചെയ്യുക ലിക്വിഡ് ഒന്നെങ്കിൽ മുകളിലോട്ട് റൈസ് ചെയ്ത് വരണം, ഇല്ലെങ്കിൽ ഫാൾ ചെയ്യണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക ക്യാപ്പിലാരിറ്റി എന്ന് പറയാം. ഇവിടെ ഉണ്ടാവും ദ ലിക്വിഡ് റൈസസ് ഓർ ഫാളഡ് ദി ട്യൂബ്.
ഇനി എങ്ങനെയാണിത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഈ രണ്ട് കേസിലും രണ്ട് കേസസ് ഉണ്ട്. ഒന്ന് റേസിംഗ് ആണ്, ഒന്ന് ഫാൾ ആണ്. റേസിങ്ങിൽ ലിക്വിഡും ട്യൂബും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ ലെസ് ദാൻ എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. എന്നാൽ പിന്നെ ക്യാപിലാരിറ്റി ഫാളിലാണെങ്കിൽ തീറ്റ 90 വലുതുമായിരിക്കും. ഇതിനി എങ്ങനെയാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മൾ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റിൽ പഠിച്ചിരുന്നു എന്താണ്, തീറ്റ 90 വലുതാകണം ആണെങ്കിൽ എന്തായിരിക്കും, അവിടെ കൊയ്സി ഫോഴ്സ് കൂടുതലായിരിക്കും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി അതേസമയം തീറ്റ 90 ചെറുതാണെങ്കിൽ അവിടെ അഡ്ഹസീവ് ഫോഴ്സ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് ക്യാപിലാരിറ്റിയും ആംഗിൾ ഓഫ് കോണ്ടാക്റ്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രോബ്ലം ആണ് വരാൻ സാധ്യതയുള്ളത്. അത് എന്താണ്, റേഡിയസ് ഓഫ് ദി പൈപ്പ് decreases from 6 to 4 centimeter if the velocity of the wider portion is 5 meter per second. Calculate the velocity of narrow portion. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ കണ്ടത്. എന്താ പറഞ്ഞത്, റേഡിയസ് എന്താവുന്നുണ്ട്, 6 നിന്ന് 4 കുറയുന്നുണ്ട്. വൈഡർ പോർഷനിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, 5 നാരോ പോർഷനിലുള്ള വെലോസിറ്റി കാണണം. എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, R1 തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ R2 തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ V1 തന്നിട്ടുണ്ട് എന്താണ്, 5 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് എന്ത് ചെയ്യണം, V2 കാണണം. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക, A1 V1 = A1 V1 = A2 V2 A2 V2. A എന്ന് പറഞ്ഞാൽ πr1² V1 = πr2² V2. പയ്യും ക്യാൻസലായി. പിന്നെന്ത് ചെയ്യുക, V2 ആണ് കാണേണ്ടത്. R1² × V1 / R2². ഇവിടെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടുക, 5 × R² / 4² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും, 11.25 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെയാണ് ആൻസർ വരിക. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയിൽ നിന്നുള്ള പ്രോബ്ലം ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണത്തില്ല. ഒന്നെങ്കിൽ പ്രോബ്ലം, ഇല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ, ഇല്ലെങ്കിൽ ഡെറിവേഷൻ. ഇനി പാർട്ട് സിയിലോട്ട് പോവുകയാണെങ്കിൽ മൊത്തം യൂണിറ്റ് 3 3 ക്വസ്റ്റ്യന്, അതുപോലെ തന്നെ യൂണിറ്റ് 4 3 ക്വസ്റ്റ്യന്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ആവുന്നത് 7ാമത്തെ ക്വസ്റ്റ്യനിൽ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ, സ്റ്റേറ്റ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് പ്രൂവ് ഇറ്റ് ദി കേസ് ഓഫ് ഫ്രീലി ഫാളിംഗ് ബോഡി. ഓർ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, റൈറ്റ് ദി നോട്ട് ഫോർ ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കൺവെൻഷൻ ആൻഡ് റേഡിയേഷൻ. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, കൺസർവേഷൻ ഓഫ് എനർജീൻ്റെ ലോ സ്റ്റേറ്റ് ചെയ്യണം, പിന്നെ ഫ്രീലി ഫാളിംഗ് ബോഡീൻ്റെ ഡെറിവേഷൻ പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ എന്താ പറയുന്നത്, ഇതാണ് കൺവെൻഷനും റേഡിയേഷൻ്റെയും ഹീറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ച് എഴുതാൻ. രണ്ടും നോക്കാം. ആദ്യം
ഫസ്റ്റത്തെ നോക്കാം, 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനർജി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അതായത് നമുക്ക് എനർജി ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രീലി ഫാളിങ് ബോഡീൻ്റെ ക്വസ്റ്റ്യന് എന്ത് ചെയ്യണം? 3 പോയിന്റിലും എന്തായിരിക്കും ഉത്തരം കിട്ടേണ്ടത്? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് mgh ആയിരിക്കും. ഇനി എ എന്ന പോയിന്റിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും? കൈനറ്റിക് എനർജി 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? mgh ആയിരിക്കും. ഇനി ആണ് കണ്ടത്, ഇവിടെ നോക്കാം. കൈനറ്റിക് എനർജി 0 ആണ്, പൊട്ടൻഷ്യൽ എനർജി mgh ആണ്, ടോട്ടൽ എനർജി എന്തായി? mgh ആയി കിട്ടി. ഇനി ബി എന്ന പോയിന്റിലോട്ട് വരികയാണെങ്കിൽ നമുക്കെന്താണ്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് mgh മൈനസ് എക്സ് ആണ്. അതേസമയം കൈനറ്റിക് എനർജി കാണുമ്പോൾ v² കാണണം. v² കാണാൻ v² ഈക്വൽ ടു u² പ്ലസ് 2as. u എന്ന് പറയുന്നത് 0 ആണ്. 2 ഇൻറ്റു ആക്സിലറേഷന് പകരം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g. പിന്നെ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നത് എക്സ്. അങ്ങനെ v² എന്ന് പറയുന്നത് 2gx എന്ന് വരും. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജിയിൽ ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി നമുക്ക് കിട്ടേണ്ടത് എന്താണ്? mgx എന്ന് വരും. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് mgx. ഇനി ടോട്ടൽ എനർജി കാണുമ്പോൾ ബ്രാക്കറ്റിലുള്ളത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ ഒരു mgx പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, രണ്ടും ക്യാൻസലായി പോകും. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് mgh. ഇനി സി എന്ന പോയിന്റിലോട്ട് വരുമ്പോൾ എന്താണ്? എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആയി പോവും. ഇനി കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷനിൽ v² കാണണം. v² എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക 2gh എന്ന് വരും. 2gh എന്ന് വരും. ഫൈനൽ ആൻസർ നമുക്ക് വരിക mgh എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം, അതായത് ഫ്രീലി ഫാളിങ് ബോഡീൻ്റെ ഇത് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് 3 പോയിന്റിലും കിട്ടേണ്ട ഉത്തരം സെയിം ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് കൺവെൻഷനും റേഡിയേഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് പറയുന്നത്, അല്ലെങ്കിൽ നോട്ട് ചെയ്യാൻ, കുറച്ച് റൈറ്റ് എഴുതാനും. അപ്പോൾ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാം? ഡെൻസിറ്റി കാരണമാണ് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക? കൺവെൻഷൻ നടക്കുന്നത് എന്താണ്? ഫ്ലൂയിഡ്സിലാണ്. പിന്നെന്താണ്? മീഡിയം വേണോ? വേണ്ട. പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നത് എന്തായിരിക്കും? ലോ പ്രോസസ്സിലായിരിക്കും. ഇനി അടുത്തത് റേഡിയേഷനിൽ പറയുകയാണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നത് എങ്ങനെയാണ്? ടെമ്പറേച്ചർ ഡിഫറൻസിലാണ്. ഇനി അടുത്തത് പറയാണ് മീഡിയം വേണോ? വേണ്ട. ഇനി ഏത് സബ്സ്റ്റൻസിലാണ് നടക്കുക? എല്ലാ സബ്സ്റ്റൻസിലും നടക്കും, എനി സബ്സ്റ്റൻസ്. ഇനി നമുക്കെന്ത് പറയാം? പിന്നെ നേരത്തെ ലോ പ്രോസസ്സാണെന്ന് പറഞ്ഞു, മെല്ലെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ എന്തായിരിക്കും? ഫാസ്റ്റസ്റ്റ് മോഡായിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി കൺവെൻഷനിലും റേഡിയേഷനിലും പഠിക്കാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദി ഇലാസ്റ്റിക് മോഡുലസ് റിലേറ്റഡ് ടു ലെങ്ത് ഇലാസ്റ്റിറ്റി. അതായത് ലെങ്ത്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന യങ്സ് ഇലാസ്റ്റിക് മോഡുലസിനെ കുറിച്ച് എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഒരു മെറ്റൽ വയറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു 8 കിലോഗ്രാം ലോഡുമായിട്ട് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നുണ്ട്? അതിനൊരു എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. യങ്സ് മോഡുലസ് ഓഫ് ദി വയർ എന്ന് പറയുന്നത് എത്രയാണ്? 9 × 10⁻10 ആണ്.
എന്ന് വെച്ചാൽ ആദ്യം പറയുന്നത് ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് റിലേറ്റഡ് ലെങ്ത് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ യങ്സ് മോഡുലസ് എന്താണെന്ന് പറയാം. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തിൻ്റെയൊക്കെ റേഷ്യോ ആണെന്നാണ് പറഞ്ഞത്, ലീനിയർ സ്ട്രെസ്സിൻ്റെയും അതുപോലെ തന്നെ ലീനിയർ സ്ട്രെയിനിൻ്റെയും എന്താണ് റേഷ്യോനെ പറയുന്ന പേരാണ് എന്ത്, യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. ഇനി പ്രോബ്ലം ഒക്കെ ചെയ്യണം. എന്താണ്, നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്, 8. ജി നമുക്ക് ഓൾറെഡി അറിയാം 9.8. എൽ എന്ന് പറയുന്നത് ഒറിജിനൽ ലെങ്ത് തന്നിട്ടുണ്ട്, എൽ തന്നിട്ടുണ്ട്. പൈൻ്റെ വാല്യൂ അറിയാം, റേഡിയസ് എത്രയാണെന്ന് അറിയാം, 1 × 10⁻³ എന്താണ്, മില്ലിമീറ്ററിൽ നിന്ന് മീറ്റർക്ക് ആക്കണം. അതാണ് -3 എന്ന് വരാൻ കാരണം. പിന്നെ സ്ക്വയർ ഉണ്ട്, പിന്നെ വൈൻ്റെ അതായത് യങ്സ് മോഡുലസിൻ്റെ വാല്യൂ ആയിട്ടുള്ള 9 × 10⁻10ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 1.11 × 10⁻³ മീറ്റർ എന്ന് വരും. ഇല്ലെങ്കിൽ ചില ഇതിൽ കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ 0.0110 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഇങ്ങനൊരു ആൻസറും വരും. രണ്ടും റൈറ്റ് ആണ്, തെറ്റല്ല, രണ്ടും എന്താണ് സെയിം ആൻസർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് കിട്ടിയെന്ന് വെച്ചിട്ട് തെറ്റാണെന്ന് വിചാരിച്ച് നിൽക്കണ്ട. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, എക്സ്പ്ലെയിൻ ദി ഐഡിയ ഓഫ് സർഫസ് ടെൻഷൻ ആൻഡ് ഡിസ്കസ് ദി ആപ്ലിക്കേഷൻ ഓഫ് ദി സർഫസ് ടെൻഷൻ. അതായത് സർഫസ് ടെൻഷൻ്റെ കുറിച്ച് എഴുതണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കറിയാം, ദ പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് സർഫസ് ഈസ് മിനിമൈസ് ദി സർഫസ് ഏരിയ ദ ലിക്വിഡ് ബിഹേവ് ലൈക്ക് എ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ. അതായത് ഒരു ലിക്വിഡിൻ്റെ സർഫസ് ഏരിയ മിനിമൈസ് ചെയ്യുന്ന പ്രോപ്പർട്ടിനെ നമ്മൾ എന്താ പറയുക, സർഫസ് ടെൻഷൻ എന്ന് പറയാം. ഞാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, സർഫസ് ടെൻഷൻ = ഫോഴ്സ് ബൈ ലെങ്ത് അല്ലേ. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് Nm/m. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ബേസിക്കായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി എന്ത് ചെയ്യണം, അതിൻ്റെ അപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഈ ഇൻസെക്റ്റ് വാക്കിംഗ് ഓൺ ദി വാട്ടർ, അതായത് വെള്ളത്തിൻ്റെ മുകളിലൂടെ. അപ്ലിക്കേഷനിൽ ഇൻസെക്റ്റ് വാക്കിംഗ് ഓൺ എ വാട്ടർ, അതായത് വെള്ളത്തിൻ്റെ മുകളിലൂടെ ഈ ചെറിയ പ്രാണികളൊക്കെ നടക്കും, നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, അതൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ പറയാനുള്ളത് എന്താണ്, പ്രോപ്പർട്ടി പറയുന്നത് ഈ നീഡിൽസ് കനം കുറഞ്ഞ പിന്നെ ഇതൊക്കെ എന്ത് ചെയ്യുക, നീഡിലൊക്കെ എന്ത് ചെയ്യുക, വെള്ളത്തിൻ്റെ മുകളിലൂടെ ഫ്ലോട്ട് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, അടുത്ത ആപ്ലിക്കേഷനായിട്ട് പറയുന്നത്. അതായത് ഒന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്, ഇൻസെക്റ്റിൻ്റെ വാക്കിംഗ് ആണ്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്, നീഡിൽ, അതായത് കനം കുറഞ്ഞ നീഡിലുകളൊക്കെ വെള്ളത്തിൻ്റെ ലിക്വിഡിൻ്റെ സർഫസ് കൂടി ഉള്ള ഫ്ലോട്ടിംഗ് ആണ് പറഞ്ഞത്. രണ്ടാമത്തെ പറഞ്ഞത് റെയിൻ പ്രൂഫ് ആയിട്ടുള്ള ടെൻറ്റ് മെറ്റീരിയൽ, ഇതിന് സർഫസ് ടെൻഷൻ്റെ ആപ്ലിക്കേഷനാണ്. പിന്നെ ഈ ഡിറ്റർജൻ്റൊക്കെ യൂസ് ചെയ്ത് കണ്ട് എന്താണ്, ക്ലോത്ത് ക്ലീൻ ചെയ്യുന്നത്, വസ്ത്രം അലക്കാൻ യൂസ് ചെയ്യുന്നത്, ഇതും എന്താണ് ആപ്ലിക്കേഷനാണ്. വേറെയും കുറേ ആപ്ലിക്കേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്ത് ചെയ്യുക, ഒരു 4 പോയിൻറ്റ്സ് മാത്രം ഞാൻ എഴുതിയിട്ടുള്ളൂ, ആവശ്യമുള്ളത് മാത്രം. നമ്മൾക്ക് ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും, ഈ 4 പോയിൻറ്റ്. അതാണ് എടുത്ത് പിന്നെ ഹൈലൈറ്റ് ചെയ്യാൻ കാരണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും പറയുന്ന പോലെ തന്നെ മെർക്കുറി തെർമോമീറ്ററും അതുപോലെ തന്നെ പൈറോമീറ്ററും. മെർക്കുറി തെർമോമീറ്ററും പൈറോമീറ്ററിലോട്ടും വരികയാണെങ്കിൽ നമ്മൾ പറയുന്നു വർക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്,
മെർക്കുറി തെർമോമീറ്റർ അല്ലെങ്കിൽ മെർക്കുറി തെർമോമീറ്ററിൻ്റെ കേസാണ് ആദ്യം പറയുന്നതെങ്കിൽ, മെർക്കുറി തെർമോമീറ്റർ എന്താണ്, എന്ത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്? തെർമൽ എക്സ്പാൻഷൻ കാരണമാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയാം. പിന്നെന്ത് പറയാം, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വോളിയം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മെർക്കുറി ഹീറ്റ് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ് ലെവൽ കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ കൂടണം. ഇനി അതുപോലെ തന്നെ ലിക്വിഡ് ലെവൽ കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ കുറയുകയും വേണം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ചീപ്പാണ്, അതുപോലെ തന്നെ ചീപ്പാണ്, വിസിബിളാണ്, അതുപോലെ തന്നെ എന്താണ്, പെട്ടെന്ന് നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ടോക്സിക് ആണ്, അതുപോലെ തന്നെ ലോ ടെമ്പറേച്ചറുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. ഇനി പൈറോമീറ്റർ പറയുകയാണെങ്കിൽ എന്താണ്, ഹൈ ടെമ്പറേച്ചർ മെഷർമെൻറ്റിനാണ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റ് പോസിബിൾ അല്ലാത്ത സ്ഥലങ്ങളിലാണ് പൈറോമീറ്റർ യൂസ് ചെയ്യുക. ഇനി എന്താണ്, ടെമ്പറേച്ചർ ലെവൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഒരു പൈറോമീറ്റർ ബേസിക് ആയിട്ട് എന്തൊക്കെ വേണം? ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റം വേണം, അതുപോലെ തന്നെ ഒരു ഡിറ്റക്ടർ വേണം. മെയിനായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഇതിൽ പൈറോമീറ്ററിൻ്റെ ഇതിൽ. ഫിസിക്കൽ കോണ്ടാക്റ്റ് പോസിബിൾ അല്ലാത്ത സ്ഥലങ്ങളിലാണ് പൈറോമീറ്റർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി എന്തിനെ ഡിപ്പെൻഡ്, റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി ബേസിക് ആയിട്ട് ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ ഒരു പൈറോമീറ്ററിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ, ഒരു ലെൻസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സിസ്റ്റം, അതുപോലെ തന്നെ ഡിറ്റക്ടർ. വർക്കിംഗ് എന്ന് പറയുന്നത്, ആദ്യം ഇതിൻ്റെ ഒരു വർക്കിംഗ് പറയുന്നതിന് മുന്നേ ഡയഗ്രാം വരക്കാൻ മിനിമം പഠിക്കാം. ജസ്റ്റ് റഫായിട്ട് അവിടെ വരക്കുന്നുണ്ട്. ഒരു ഹോട്ട് ബോഡി വേണം, ഒരു ലെൻസ് വേണം, അതിനുശേഷം എന്ത് വേണം? ലെൻസ് കൂടി പാസ് ചെയ്യുന്ന ലൈറ്റ് റേഡിയേഷൻ എന്ത് ചെയ്യണം? ഒരു പോയിന്റിൽ ഒന്ന് ഫോക്കസ് ആകണം. ഫോക്കസ് ആവുന്നതിന് എന്ത് ചെയ്യണം? ഒരു ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? മെഷർ ചെയ്യാനുള്ള ഡിറ്റക്ടർ യൂസ് ചെയ്യണം. ഇപ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള ഈ ഡയഗ്രാം എല്ലാവരുടെ കയ്യിലുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് ബോഡിയിൽ നിന്ന് വരുന്ന റേഡിയേഷൻസ് എന്ത് ചെയ്യണം? ലെൻസിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഒരു പോയിന്റിലോട്ട് ഫോക്കസ് ആവും. ഈ ഫോക്കസ് ആയ പോയിന്റിൽ നിന്നും ഒരു ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് ആയിട്ട് പറയാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, when total energy emitted by hot body enter to the pyrometer, it get focused by the lens to the detector. അതായത് ഹോട്ട് ബോഡിയിൽ നിന്ന് വരുന്ന ടോട്ടൽ എനർജി എന്ത് ചെയ്യും? പൈറോമീറ്ററിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഒരു ലെൻസ് യൂസ് ചെയ്ത് കണ്ട് ഒരു ഡിറ്റക്ടറിലോട്ട് എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഔട്ട്പുട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യും. അപ്പോൾ ഇത്രയും ഈ 2 കാര്യങ്ങൾ, മെർക്കുറി തെർമോമീറ്റർ ആൻഡ് പൈറോമീറ്റർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മറക്കാതെ പഠിക്കുക. അടുത്ത ടോപ്പിക്കാണ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത്. ഡിറൈവ് ദി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ദി ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ ദി പൈപ്പ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ. എക്സ്പ്ലെയിൻ ദി പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി വിത്ത് ആൻ എക്സാമ്പിൾ. എന്ത് ചെയ്യുക? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിൻ്റെ ഇതെന്ത് ചെയ്യണം? ഡിറൈവ് ചെയ്യണം. എന്ത് ചെയ്യണം? അതുപോലെ തന്നെ കുറച്ച് എക്സാമ്പിൾസ് വെക്കണം. നമ്മൾ പ്രിൻ്റ് തന്ന ഇതിൽ തന്നെ എന്തുണ്ടാവും? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണെന്നുണ്ടാവും. ഏറെക്കുറെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാവും. ചെറിയ രീതിയിലൊരു എന്തുണ്ടാവും? ഡെറിവേഷൻ ഉണ്ടാവും. താഴെ ഒരു 3 എക്സാമ്പിൾസും ഉണ്ടാവും. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇവിടെ പറയുന്നത് ഇത്ര: വെൻ ദി
when there is a steady of flow in compressed and non-viscous fluid through a tube, non-uniform cross-section, the product of area of cross-section and velocity flow remain the constant. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിൻ്റെ ഒരു പൈപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ക്രോസ് സെക്ഷൻസ് തമ്മിൽ എന്തായിരിക്കണം, ഡിഫറെൻ്റ് ആയിരിക്കണം. ഒന്ന് വൈഡർ പോർഷൻ ആയിരിക്കണം, ഒന്ന് എന്തായിരിക്കണം, നാരോ പോർഷൻ ആയിരിക്കണം. പക്ഷേ എന്തായിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെ ഏരിയൻ്റെയും വെലോസിറ്റിൻ്റെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. എ ഇൻറ്റു വി എന്ന് പറയുന്നത് റിമെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും ത്രൂ ഔട്ട് മോഷൻ. പിന്നെ ഫ്ലൂയിഡിൻ്റെ ത്രൂ ഔട്ട് ഫ്ലോയിൽ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി ഇതിൻ്റെ ഡെറിവേഷൻ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പറയാം എന്താണ്, വോളിയം ഡെറിവേഷനിലോട്ട് പോവുകയാണെങ്കിൽ വോളിയം അറ്റ് പി എന്ന് പറയുന്നത് എന്താണ്, A1 V1 T. ഇനി വോളിയം അറ്റ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്, A2 V2 T. ഇനി മാസാണ് അറ്റ് പിയിലുള്ള മാസ് എന്ന് പറയുന്നത് A2 V2 T റോ. ഇനി മാസ് അറ്റ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്, A2 V2 T റോ. ഇതിൽ കമ്പാരിസൺ വന്നു കഴിഞ്ഞാൽ എന്ത് വരും, ഫൈനലായിട്ട് നമുക്ക് A1 V1 = A2 V2 എന്ന് വരും. ബാക്കിയുള്ള ടൈമും ഡെൻസിറ്റിയും എന്ത് ചെയ്യും, ക്യാൻസലായി പോകും. ഇതാണ് ഇതിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഇതാണ് മെയിൻലി 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഒന്ന് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യങ്സ് മോഡുലസിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പൈറോമീറ്ററിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സർഫസ് ടെൻഷൻ 7 മാർക്കിലാണ് ചോദിച്ചിട്ടുള്ളത്. 7 മാർക്കിന് ചോദിക്കാനുള്ളതില്ല, സാധാരണ 3 മാർക്കിനാണ് ചോദിക്കാറ്. പിന്നെ 21 എന്തോ പ്രാവശ്യത്തിൽ 7 മാർക്കിൻ്റെ ഇതിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാതും എഴുതേണ്ടി വരും. ഡെഫിനിഷന്, യൂണിറ്റ്, അതുപോലെ തന്നെ ഇക്വേഷന്, അതുപോലത്തെ അപ്ലിക്കേഷന്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് എന്ന കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് ഇതിൽ എഴുതി വെക്കാൻ ശ്രമിക്കുക. ഇത്രയാണ് 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി 2022 ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ, കഴിഞ്ഞ കൊല്ലം നടന്ന ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണെങ്കിൽ